ഗുഡ് മോർണിംഗ്. വെൽക്കം 2025. 2025-ൽ ഒരുപാട് മാറ്റങ്ങൾ തുടക്കം കുറിക്കുകയാണ്. അയ്യോ. സോ അതിലൊരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് കാണിച്ചു തരാം. ഇതാണ് അതിലൊരു പ്രധാന മാറ്റം. നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയിരിക്കുന്നു. ഇനി തൊട്ട് എൻ്റെ ബാൽക്കണി വ്യൂവും സൺസെറ്റും സൺറൈസും ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഇത് കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. യെറ്റ് ബ്യൂട്ടിഫുള്ളാണ്. സോ ഇവിടെ കുറച്ച് ആളുകളുണ്ട്. അവർ അകത്ത് വേറൊരു പരിപാടിയിലാണ്. ഓണത്തിനിടയിൽ പൂട്ടുകച്ചവടം എന്ന് പറയുന്നത് പോലെ ഞങ്ങളിവിടെ ഹൗസ് വാമിങ്ങിൻ്റെ ഇടയിൽ എവിടെ കാണുന്നില്ല. ബ്രൈഡ് ടു ബി. അപ്പോൾ നമ്മൾ വിചാരിക്കും ലക്ഷ്മിയാണ് ബ്രൈഡ് എന്ന്. ലക്ഷ്മിയാണോ ബ്രൈഡ്? നോ വേ. ഇനി ലക്ഷ്മിയുടെ ബ്രൈഡ് ടു ബിക്ക് ഇതൊക്കെ വീണ്ടും യൂസ് ചെയ്യണം. ഇതൊരു ബ്രൈഡ് കഴിഞ്ഞതാണ് കേട്ടോ. സോറി, 1 year ആനിവേഴ്സറി ആവാറായി. ഇത് മീനു മെയ്. അപ്പോൾ ബ്രൈഡിനെ നമുക്ക് കാണാം. ബ്രൈഡ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഈ ഒരു പരിപാടി അതിൻ്റെ ഇടയിലുണ്ട് ആകുമായിരിക്കും അല്ലേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. തട്ടിക്കൂട്ട് ബ്രൈഡ് ടു ബി ആണ്. വലിയ പരിപാടികളൊന്നുമില്ല. പിന്നെ പാല് കൊടുക്കാമല്ലോ അവർക്ക്. ബ്രൈഡിനെ മാത്രം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അറിയില്ല, സർപ്രൈസ്. അതെ, ക്രിസ്മസ് സെലിബ്രേഷനും ബ്രൈഡ് ടു ബി ഒന്നിച്ച് നടത്താനിരുന്നു, നടന്നില്ല. എന്നാൽ ന്യൂ ഇയർ സെലിബ്രേഷനും ബ്രൈഡ് ടു ബി ഒന്നിച്ചാക്കാന്ന് വിചാരിച്ചു, നടന്നില്ല. അവസാനം പുതിയ വീടിനാണ് ആ യോഗം ഉണ്ടായത് അല്ലേ ലക്ഷ്മി? അതെ, ലക്ഷ്മി ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് അതെ. അപ്പൊ പാവലക്ഷ്മിയുടെ രോദനം. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് പുഴയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കടവൊക്കെ ഉണ്ട്. മെല്ലെ മെല്ലെ ഇനി അതെല്ലാം നമുക്ക് വ്ളോഗുകളിൽ കാണിച്ചു തരാം ഞാൻ. ഇതാണ് നമ്മുടെ ഗേറ്റ്. ഇവിടെ ബാക്കി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒറ്റ കാര്യം വെച്ച് ഒരു വാടയ്ക്കാത്തൊരു ബൗബൗ ഉണ്ട് ഇവിടെ. എന്നെ കാണുമ്പോൾ ആ പട്ടി കുര തുടങ്ങും. വേണം ഞാൻ ഇപ്പം കാണിച്ചു തരാം. ക്ലാസ്സും ഇല്ലെങ്കിൽ ഇത് ഇപ്പം കാണിച്ചു തരാം. എവിടെ എന്തേ കുരയ്ക്കാണല്ലേ? നിർത്തിയോ? ഓ എന്നെ വ്ളോഗിലെടുക്കാൻ പറ്റൂല എന്നൊക്കെ. എന്താടാ കുരയ്ക്കടാ? അയ്യോ, എന്നെ കാണുന്നുണ്ടോ? ആദ്യമായിട്ടാ കുരയ്ക്കാണ്ടിരിക്കണേ. എനിക്ക് തോന്നണു മനസ്സിലായെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇവിടുത്തെ ഇനി കുറച്ചിട്ട് കാര്യമില്ല, എല്ലാ ദിവസവും കുരയ്ക്കേണ്ടി വരുമെന്ന് ബബുവിന് മനസ്സിലായെന്ന് തോന്നുന്നു. അതായിരിക്കും ഇപ്പൊ കുരച്ചില്ല. എല്ലാവരും അടുക്കള അറേഞ്ച്മെന്റിലാണ് ഗൈസ്. നമ്മുടെ ബ്രൈഡ് ടു ബി ബ്രൈഡ് വന്നിട്ട് വേണം പാല് കാച്ചാന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ കുട്ടീനെ കാണുന്നില്ല. മിക്കവാറും അതിന് മുന്നേ ഇപ്പോൾ കാച്ചേണ്ടി വരും. ഇത് നമ്മുടെ രണ്ടാമത്തെ പാലുകാച്ചലാണ്. ആദ്യത്തെ പാലുകാച്ചലിന് വരുന്ന വഴിക്ക് ലക്ഷ്മിയും ബിയാച്ചിക്കയും കൂടി വാങ്ങിച്ചോണ്ട് വന്നതാണ് നമ്മുടെ ഈ ഇൻഫെക്ഷൻ. അന്ന് തൊട്ട് നമ്മുടെ ഗിഫ്റ്റൊന്നുമല്ല, ഇവർ പറഞ്ഞിട്ട് വാങ്ങിച്ചോണ്ട് വന്നതാണ്. സബ്സ്ക്രൈബേഴ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുകയാണെങ്കിൽ അല്ലേ, ആ 27 സബ്സ്ക്രൈബേഴ്സ് ആരാണോ ഒരെണ്ണം ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ ഒന്നുമില്ല, അൺഫേർണിഷ്ഡ് ആണ് ടോട്ടലി. നമ്മളതിന്റെ അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ മാത്രം ഒരു റൗണ്ട് ഒന്ന് കാണിച്ചത്. ഇപ്പൊ ജസ്റ്റ് സെറ്റ് ചെയ്ത് മാത്രമാണ്. ഇത്രയും മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വഴിയെ എല്ലാം നമുക്ക് എന്നെ മോനെ വെച്ചോളാം. അതിനി പാല് തിളച്ച് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം കൊണ്ടില്ല ചെല്ലു കേക്കോ?
തിളപ്പിച്ച പാൽ ആദ്യം അങ്ങനെ തന്നെ കുടിക്കണം എന്നാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് വേണ്ടടാ. മീനൂന് പാല്, നെയ്യ് ഇത്യാദി ഐറ്റംസ് കുടിക്കാൻ പാടില്ല. ബാക്കിയുള്ള പാല് വെച്ച് നമ്മൾ ചായ തിളപ്പിച്ചിരിക്കുന്നു. ഹലോ ഗ്രൂം ടു ബി, ബ്രൈറ്റ് ടു ബി. അതെ, ഇവിടെ മാത്രം കണ്ടോ മതിയോ? മുറി കണ്ടേ? ഐ പോയോ? ഓ ഡാർക്ക്. അങ്ങടെ അമർത്തി പിടിച്ച് കുറച്ചേരം അവിടെ നിക്ക, അപ്പൊ റെഡിയാവും. അത് ഞാൻ അല്ല ഓ അങ്ങനെ കാലങ്ങളായി പ്ലാൻ ചെയ്തിരുന്ന റഹുവിൻ്റെ ബ്രൈഡ് ടു ബി ഞങ്ങൾ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് തട്ടിക്കൂട്ട് രീതിയിൽ നടത്തി. അവർക്ക് എന്തായാലും സർപ്രൈസ് തന്നെയായിരുന്നു. ശേഷം ഞങ്ങളെല്ലാവരും ചേർന്ന് ആ കേക്കും ആ മഫിൻസും എല്ലാം കഴിച്ചു. പിന്നെ SKയും റഹു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പിസ്സ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും കൂടി കഴിച്ചു. അതിൻ്റെ ഇടയിൽ റഹു നമ്മളെ കല്യാണം വിളിക്കുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പോൾ അവളുടെ ഒരു കല്യാണക്കുറിയും കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഞൊടിയിടയിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. SKയുടെ റിസപ്ഷന് SK സെപ്പറേറ്റ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ, പേര് നൗഫൽ എന്നാണ് പേര്. അപ്പോൾ ഇവരുടെ ഒരു പ്രണയ വിവാഹമാണ്. അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞ് കല്യാണമൊക്കെ വിളിച്ച് ചാച്ച പോയി. അതിനുശേഷം നമ്മൾ ഒരുവിധം ഒന്ന് വീട് ഒതുക്കിയിട്ട് റെസ്റ്റ് എടുക്കുന്ന സീൻസാണിത്. ചത്ത് വീണ്ടും. അപ്പോൾ ഒരു ഏരിയയിലേക്ക് ബാക്കിയുള്ളതെല്ലാം ഒതുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുകയാണ്. ഇവർക്ക് അടുത്ത് കാണിക്കാൻ വന്നതാ. അത് കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി. അപ്പോൾ മഹി അവിടെ നിന്ന് ജോയിൻ ചെയ്തു. അങ്ങനെ മഹി മീനും ഞാനും കാക്കും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. അവിടെ നിന്ന് മഹി മീനും പോയി. ഹലോ, സോ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഷോപ്പിംഗ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ മുമ്പ് താമസിച്ചിരുന്നത് ഒരു ഫുള്ളി ഫേർണിഷ്ഡ് വീടായിരുന്നു. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേറെ എക്സ്ട്രാ വാങ്ങേണ്ട ആവശ്യം ഉണ്ടായില്ല. ജസ്റ്റ് കിച്ചൺ ഐറ്റംസ് മാത്രം മതിയായിരുന്നു. അപ്പോൾ സാധനങ്ങൾ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര ഏർപ്പാടാണ്. അയ്യോ മടുത്തു ലിറ്ററലി. അപ്പം അവിടെ ഫുള്ളി ഫേർണിഷ്ഡ് ആയിരുന്നതുകൊണ്ട് ബെഡ്, കട്ടിൽ എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നത്. ദിവാങ്കോട്ട്, ഡൈനിങ് ടേബിളൊക്കെ. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നമ്മുടെ കിച്ചൺ ഐറ്റംസ് മാത്രം. ഒരു ബെഡ് വാങ്ങി, പില്ലോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. പിന്നെ കുറച്ച് ഹാങ്കേഴ്സ് വാങ്ങി. പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി. ഇതൊക്കെ ലക്ഷ്മിയുടെ പരിപാടി കേട്ടോ. ഇതൊക്കെ നമ്മളവിടെ പല പല സ്ഥലങ്ങളായിട്ട് വെച്ചിരുന്നൊക്കെ അവൾ ഒറ്റയടിക്കാക്കി. പിന്നെ ഇതിപ്പോൾ വാങ്ങിയിട്ട് വന്ന ഐറ്റംസാണ്. മൈൽപ്പീലി എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതാണ് ഒന്ന് സോർട്ട് ചെയ്യാനുള്ളൊരു സംഭവങ്ങൾ. ഇതൊക്കെ എന്ത് ചെയ്യുന്നു എനിക്കൊരു പിടിയില്ല. ഒരു മിറർ വാങ്ങി, ദാറ്റ് വാസ് മച്ച് നീഡഡ്. ഇവിടെ അതുപോലും ഉണ്ടായിരുന്നില്ല. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അത്രയൊക്കെ തന്നെ. സോ ഇനി ഒന്ന് അടിച്ച് നനച്ച് കുളിക്കണം, കിടന്നുറങ്ങണം.
ഇന്നലെ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട് മീനുവിൻ്റെ മഹിയുടെയും വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ പുതിയ വീട്ടിൽ ഇന്ന് ഉറങ്ങാൻ പോവാണ്. ഐ ഹോപ്പ് എവറിത്തിങ് ഗോസ് വെൽ. അപ്പോൾ ഈ വർഷം തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു മാറ്റമാണ്. ഇനിയും മാറ്റങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം വഴിയെ വഴിയെ കാണിക്കാം. ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ ഒരു വീഡിയോയും വരെയൊക്കെ കൺക്ലൂഡ് ചെയ്യാറില്ല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ വോയിസ് ഓവർ ചെയ്ത് വരുമ്പോഴത്തേക്കും എടുത്തു വെച്ച ബൈറ്റ്സ് തീർന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. എനിവേസ്, താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. വളരെ കുറച്ച് ആൾക്കാരാണ് ഇപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സായിട്ടും വ്യൂവേഴ്സായിട്ടും ഒക്കെ ഉള്ളൂ. പക്ഷെ നമുക്ക് മെല്ലെ മെല്ലെ ഈ ഫാമിലി വളർത്തിക്കൊണ്ട് വരാം എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നന്ദി. തുടർന്നും കാണുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള ജേർണിയിലും നിങ്ങളൊക്കെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ് എവ്രി വൺ. ഇന്ന് January 2 ആണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. 3rd-നോ 4th-നോ ഞാൻ പോസ്റ്റ് ചെയ്യും. ആൻഡ് ടുമോറോ ഇസ് എ ബിഗ് ഡേ ഫോർ മീ. അതെന്താണെന്നുള്ളതും നാളെ പറയാം. അപ്പം നാളെ കാണാം. ടിൽ ദെൻ ബൈ.